നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗ്രീറ്റ് സാറാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് ഇത്. +2 സേക്കാർ ഒരുപാട് വട്ടം ചോദിക്കുകയും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പല കുട്ടികൾക്കും അധ്യാപകർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഗ്രേസ് മാർക്ക് +2 സേയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യുമോ സാറേ? ഇതിൻ്റെ വ്യക്തമായ ഉത്തരവാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ, ഇൻസ്റ്റ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ യൂട്യൂബ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കറക്റ്റായിട്ടുള്ള വീഡിയോസ് കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്തിയിരിക്കും. അന്നേരം നമ്മൾ പറയുന്നത് ഗ്രേസ് മാർക്കാണ്. ഗ്രേസ് മാർക്ക് ഇപ്പോൾ +2 നിങ്ങൾ +1 പഠിച്ചു, +2 കഴിഞ്ഞു, +2നോടൊപ്പം കൂട്ടുന്ന ഗ്രേസ് മാർക്ക് ആ വർഷം ആഡ് ചെയ്യും. ഗ്രേസ് മാർക്കല്ല അല്ലേ? ഇപ്പോൾ നമ്മൾ +2ൻ്റെ ആദ്യത്തെ വട്ടം നിങ്ങൾ 2024 പാസ് ഔട്ടായി +2. അന്നേരം ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഗ്രേസ് മാർക്ക് 2024 നിങ്ങളുടെ ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫെയിൽ ആകുമ്പോഴാണ് നമ്മൾ എക്സാം എഴുതും. പിന്നെ ഒരു എക്സാമിനും, പിന്നെ ഫെയിലായിട്ടുള്ള ഒരു എക്സാമിനും ഒരു ഗ്രേസ് മാർക്ക് എന്ത് ചെയ്യത്തില്ല, ആഡ് ചെയ്യത്തില്ല. അതായത് ആദ്യത്തെ പരീക്ഷയ്ക്ക് മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. പിന്നെ തോക്കുന്ന ഒരു പരീക്ഷയ്ക്കും എന്ത് ആഡ് ചെയ്യത്തില്ല, ഗ്രേസ് മാർക്കുകൾ ആഡ് ചെയ്യത്തില്ല. ഇത് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, കൃത്യമാണ്, ഇങ്ങനെ തന്നെയാണ്. കാരണം അത് മതി എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ്. ആ രീതിയിൽ തന്നെ ആയിരിക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ പോകുന്നത്. അന്നേരം ഇതിനൊരു കൺഫ്യൂഷൻ ഇനി ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അന്നേരം ഉറപ്പായിട്ടുള്ള ബാക്കിയുള്ള വാല്യുവേഷൻ എന്നാണ് റിസൾട്ട് വരുന്നത്. വാല്യുവേഷൻ്റെ ഡീറ്റെയിൽസ്, സബ്ജക്റ്റ് വൈസ് നമ്മൾ ഡീറ്റെയിൽസൊക്കെ പറയാം. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.